നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പമെത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. തന്റെ കരിയർ ഒച്ചിഴഞ്ഞ് അക്ഷരമായതിന്റെ കഥയാണെന്ന് പറഞ്ഞുവെച്ച മലയാളത്തിന്റെ സർവീസ് കഥാ സാഹിത്യത്തിലെ പ്രധാനിയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി അതിജീവനത്തിനായി പൊരുതിക്കയറിയ ബാല്യവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയോടെ സിവിൽ സർവീസിലെ ജോലിയും ഇദ്ദേഹത്തിന്റെ ജീവിത വഴികളിലെ നാഴികക്കല്ലുകളാണ്. ഇച്ഛാശക്തിയാൽ ജീവിത വിജയം നേടാൻ കഴിയും എന്ന തിരിച്ചറിവുകളാണ് ഇവയൊക്കെ. നിയമപഠനം പൂർത്തിയാക്കിയ ശേഷം പത്രപ്രവർത്തകനായി ജോലി ചെയ്തതും വക്കീലായും മജിസ്ട്രേറ്റായും ജോലി നോക്കുന്നതിനിടയിൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായതും ഇന്റർവ്യൂവിന് പോകുന്നതിനായി നോവൽ എഴുതി പണമുണ്ടാക്കിയതുമൊക്കെ ഇദ്ദേഹത്തിന്റെ ജീവിത വഴികളിലെ കനൽ ചുവടുകളാണ്. KV രാമകൃഷ്ണൻ അയ്യർ എന്ന മലയാറ്റൂർ ജാതിമത ചിന്തകൾക്കപ്പുറത്തേക്ക് രചനകളെ കയറൂരി വിട്ടതും തുടർന്നുണ്ടായ വിമർശനങ്ങളുമൊക്കെ ഇദ്ദേഹത്തെ കുറേ കാലത്തേക്ക് നിരീശ്വരവാദിയാക്കി മാറ്റിയിരുന്നു. എന്നാൽ ജീവിതക്രമങ്ങളിൽ വന്നുഭവിച്ച മാറ്റങ്ങൾ ഇദ്ദേഹത്തിന്റെ പിൻകാല ചിന്തകളിലും കാര്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി. ചിത്രകാരനായി, കഥാകൃത്തായി, തിരക്കഥാകൃത്തായി, സിനിമാ ഗാനരചയിതാവായി അങ്ങനെ കൈവച്ച മേഖലകളിലൊക്കെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഈ പാലക്കാട്ടുകാരന് കഴിഞ്ഞിട്ടുണ്ട്. തമിഴ് ബ്രാഹ്മണ സമൂഹത്തിന്റെ ജീവിതത്തെ തൊട്ടറിഞ്ഞ ഇദ്ദേഹത്തിന്റെ കൃതികളിലൊക്കെയും ഉദ്യോഗസ്ഥ ഭരണത്തിലെ ഗുണദോഷ സമ്മിശ്ര ചിന്തകൾ പ്രതിപാദ്യ വിഷയങ്ങളായിരുന്നു. ജീവിതയാത്രയിലുടനീളം ഇദ്ദേഹം വഹിച്ച പദവികളും ഏറെ വ്യത്യസ്തതയുള്ളതായിരുന്നു. 38-ാം വയസ്സിൽ സിവിൽ സർവീസ് നേടിയ ഇദ്ദേഹം കലക്ടറായും വകുപ്പ് മേധാവിയായും ഉയർന്ന പോസ്റ്റുകളിൽ ജോലി ചെയ്യുമ്പോഴും ഉള്ളിൽ ഒരു കനൽത്തിരി പോലെ കത്തുന്ന എഴുത്തു ജീവിതത്തോടുള്ള പ്രണയത്താൽ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് എഴുത്തുവഴികളിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞു. 7 വർഷക്കാലത്തോളം ലളിതകലാ അക്കാദമി ചെയർമാനായിരുന്ന ഈ മഹാപ്രതിഭയുടെ തൂലികയിൽ 200-ൽ പരം ചെറുകഥകളും നിരവധി നോവലുകളും തിരക്കഥകളും പിറന്നിട്ടുണ്ട്. ആരെയും നൊമ്പരപ്പെടുത്താതെയും അപകീർത്തിപ്പെടുത്താതെയും കോപവും സങ്കടവുമൊക്കെ അക്ഷരങ്ങളിലേക്കൊതുക്കി ഇദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ അധികവും ആത്മകഥാപരമായവ ആയിരുന്നു. സർവീസ് സ്റ്റോറി എന്ന പേരിലുള്ള ആത്മകഥ പോലും ഇത്തരം ധർമ്മസങ്കടങ്ങളുടെ വീർപ്പുമുട്ടലിൽ പിറന്നതാണ്. 1966-ൽ പ്രസിദ്ധീകരിച്ച ആത്മകഥാസ്പർശമുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വേരുകൾ എന്ന കൃതിയെ നമുക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത് സോയ അന്നയാണ്. താന്നിക്കൽ പ്രണവം വായനശാല അംഗമായ സോയ ഒരു കവയത്രിയും വായനക്കാരിയുമാണ്. ജർമ്മൻ ഭാഷാ പഠന സ്ഥാപനത്തിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന ഈ ഗ്രന്ഥശാല പ്രവർത്തക നിരവധി കവിതാരചനാ മത്സരങ്ങളിൽ വിജയിയായിട്ടുണ്ട്. സോയയുടെ വാക്കുകളിലൂടെ വേരുകളിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങാം. മലയാറ്റൂർ രാമകൃഷ്ണന്റെ പ്രശസ്തമായ നോവലാണ് വേരുകൾ. പാരമ്പര്യത്തിലേക്കും സ്വന്തം വേരുകളിലേക്കുമുള്ള മനുഷ്യന്റെ മടക്കയാത്രയെക്കുറിച്ചുള്ള മനോഹരമായൊരു കൃതിയാണിത്. 1967 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഈ നോവൽ ആധുനികത ഉപേക്ഷിച്ച് ഗ്രാമത്തിന്റെ വിശുദ്ധിയിലേക്ക് മടങ്ങാനുള്ള മനുഷ്യന്റെ തീവ്രമായ ആഗ്രഹമാണ് ഈ നോവലിന്റെ പ്രധാന പ്രമേയം. തമിഴ് അയ്യർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കഷ്ടപ്പാടുകളിൽ നിന്ന് IAS പദവിയിലെത്തിയ രഘുവാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം. ജോലി നഗരത്തിൽ ലഭിച്ചതോടെ രഘുവിന് ഗ്രാമവുമായുള്ള ബന്ധം കുറയുകയും ചെയ്യുന്നു. രഘുവിന്റെ ഭാര്യ ഗീത സമ്പന്ന കുടുംബത്തിൽ നിന്നുമുള്ള നഗരത്തിലെ ആഡംബര മോഹമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഗീതയ്ക്ക് ഗ്രാമീണ ജീവിതത്തോടോ അവിടുള്ള ആൾക്കാരോടോ യാതൊരു താല്പര്യവുമില്ല.
വളരെ തിരക്കുപിടിച്ച ജീവിതമായിരുന്നതിനാൽ തന്റെ മക്കളെ ലാളിക്കാനോ സ്നേഹിക്കാനോ രഘുവിനോ ഭാര്യയ്ക്കോ കഴിഞ്ഞിരുന്നില്ല. അച്ഛനമ്മമാരുടെ കരുതലും സ്നേഹവും ലഭിക്കാതെ ആംഗ്ലോ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ചലിക്കുന്ന യന്ത്രങ്ങൾ മാത്രമായി കുട്ടികൾ മാറി. പലപ്പോഴും രഘുവിനോടോ കുട്ടികളോടോ ഗീത പറയാറുണ്ടായിരുന്ന "വേർ ഈസ് യുവർ മാനേഴ്സ്" എന്നത് ഇളയ മകൾ അനവസരങ്ങളിൽ പോലും പറയുന്നത് കേട്ട് ഭാവിയിൽ ഗീതയെപ്പോലെ ആയിത്തീരുമോ എന്ന ആശങ്കയും രഘുവിനുണ്ടായിരുന്നു. നഗരത്തിൽ വലിയൊരു ബംഗ്ലാവ് നിർമ്മിക്കണമെന്നും അതിനുള്ള പണത്തിനായി തന്റെ ഗ്രാമത്തിലുള്ള രഘുവിന്റെ തറവാട് സ്വത്ത് വിൽക്കണമെന്നും ഗീത നിർബന്ധിക്കുന്നു. ഒടുവിൽ രഘു അതിനു വഴങ്ങുന്നു. എന്നാൽ ഈ ലക്ഷ്യവുമായി രഘു ഗ്രാമത്തിലെത്തുമ്പോൾ അയാൾ നേരിടുന്നത് കടുത്ത മാനസിക സംഘർഷങ്ങളാണ്. അമ്മലു, ലക്ഷ്മി എന്നീ സഹോദരിമാരും അവരുടെ കുടുംബവുമാണ് അവിടെയുള്ളത്. അവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും തന്റെ കുട്ടിക്കാലവും ഗ്രാമീണതയുടെ ഭംഗിയും കുടുംബ ബന്ധങ്ങളും എല്ലാം രഘുവിന്റെ മനസ്സിലൂടെ കടന്നുപോകുന്നു. തനിക്ക് വിദ്യാഭ്യാസം നൽകാൻ അമ്മ പണയം വെച്ച ആഭരണങ്ങളും അച്ഛൻ അനുഭവിച്ച ദാരിദ്ര്യവും ത്യാഗവും അവൻ ഓർക്കുന്നു. ഇതേ മണ്ണിലാണ് തന്റെ മാതാപിതാക്കളുടെ വിയർപ്പും ചോരയും അടങ്ങിയിരിക്കുന്നത് എന്ന് രഘു വേദനയോടെ തിരിച്ചറിയുന്നു. ഈ നോവലിന്റെ പ്രധാന ആകർഷണം അതിലെ ജീവിത സത്യങ്ങളാണ്. കുടുംബ ബന്ധങ്ങളുടെ മൂല്യം, പാരമ്പര്യത്തിന്റെ പ്രാധാന്യം, ആധുനിക ജീവിതവും ഗ്രാമീണ ജീവിതവും തമ്മിലുള്ള സംഘർഷം എന്നിവ എഴുത്തുകാരൻ വേരുകളിലൂടെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. അച്ഛന്റെ ഓർമ്മകൾക്കപ്പുറം കാത്തുവെക്കാനൊരു ചിത്രം പോലും ഇല്ല എന്ന് ഓർക്കുന്ന നിമിഷം രഘുവിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ ചാലുകൾ പുറപ്പെടുന്നുണ്ട്. ആകെ ഒരു സ്മാരകമായുള്ളത് അച്ഛനെ ദഹിപ്പിക്കാൻ മുറിച്ച പഴയ ഒരു മാവിന്റെ ദ്രവിച്ചു തുടങ്ങിയ വേരുകൾ മാത്രമാണെന്ന തിരിച്ചറിവിന്റെ നിമിഷത്തിലാണ് രഘുവിന്റെ ചിന്തകൾക്ക് മാറ്റങ്ങളുണ്ടാകുന്നത്. രഘുവും പിതാവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വന്നാൽ തന്നെ ഒരിക്കൽ പോലും സ്നേഹത്തോടെ പരിചരിച്ചിട്ടില്ലാത്ത അച്ഛന്റെ തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും രഘു മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ്. സഹോദര സ്നേഹവും ഒരുപോലെ ഈ നോവലിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. കഥയുടെ ഒടുവിൽ രഘുവിന് വരുന്ന മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. ഗീതയുടെ നിർബന്ധപ്രകാരമുള്ള വീട് നഗരത്തിൽ പണിയേണ്ടതില്ലെന്ന ഉറച്ച തീരുമാനമാണ് രഘു എടുക്കുന്നത്. നഗരത്തിലേക്ക് തിരിച്ചു പോകുന്ന മധ്യേ കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് മുൻപ് പണിയാനിരുന്ന വീടിന്റെ ബ്ലൂ പ്രിന്റ് കാണുകയും എന്തുകൊണ്ട് ഒരു വീട് ഗ്രാമത്തിൽ തന്നെ പണിതുകൂടാ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. ഈ തീരുമാനത്തിലേക്കാണ് ഒടുവിൽ രഘു പോകുന്നത്. ഗീതയുടെ പ്രതികരണം എന്തെന്ന് ചിന്തിക്കുന്നതിലുപരി മനുഷ്യന്റെ വേരുകൾ അവന്റെ ഭൂതകാലവും സംസ്കാരങ്ങളുമാണെന്ന് രഘു വിശ്വസിക്കുന്നു. കുട്ടികൾ നെൽപ്പാടം കാണുമ്പോൾ അരിശിച്ചെടിയാ എന്ന അതിശയത്തോടെ പറയാതെ, പൊയ്മുഖങ്ങളില്ലാതെ ഗ്രാമീണതയുടെ സ്വച്ഛതയിലേക്ക് അവരും വേരുകളാഴ്ത്തട്ടെ എന്ന് രഘു ആശിക്കുന്നു. ഭൂമി വിൽക്കാതെ ആ വേരുകളെ മുറിച്ചു മാറ്റാതെ അവൻ നഗരത്തിലേക്ക് മടങ്ങുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത്. വേരുകൾ ഒരു സാധാരണ കുടുംബകഥയല്ല. വേരുകൾ വായിക്കുമ്പോൾ സ്വന്തം കുടുംബത്തെയും നാടിനെയും കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ജീവിതത്തിൽ പണത്തിനും സ്ഥാനമാനങ്ങൾക്കു മുകളിൽ അവന്റെ യഥാർത്ഥ സമ്പത്ത് ബന്ധങ്ങളും ഓർമ്മകളുമാണ്. മരത്തിന് വേരുകൾ എത്ര പ്രധാനമാണോ അതുപോലെ മനുഷ്യന് കുടുംബവും ജന്മനാടും അത്ര തന്നെ പ്രാധാന്യമേറിയതാണെന്ന് ഈ നോവൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നഗരത്തിന്റെ കൃത്രിമത്വത്തിൽ നിന്ന് ഗ്രാമത്തിന്റെ ലാളിത്യത്തിലേക്കും പ്രകൃതിയിലേക്കുമുള്ള മനോഹരമായ മനുഷ്യന്റെ മടക്കയാത്ര കൂടിയാണ് വേരുകൾ. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 23 ഡോക്ടർ സുരേഷ് പ്രാദേശിക ചരിത്രത്തെ ഇതിവൃത്തമാക്കി എഴുതിയ മറതി എന്ന കൃതിയെ എഴുത്തുകാരനും പ്രഭാഷകനും അധ്യാപകനും വിമർശകനുമൊക്കെയായ ഷാജി പുൽപ്പള്ളി മാഷ് അവതരിപ്പിക്കും. അക്ഷരങ്ങളിൽ എൻ്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പമെത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ.